യെസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുതിരമുക്കിലെ ഗോസ്റ്റ് ടൗണിലാണ്. ആയിരത്തി 1976 മിനിസ്ട്രി ഓഫ് സ്റ്റീലിൻ്റെ അണ്ടറിൽ കുതിരമുക്ക ഐറൺ ഓർ കമ്പനി ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നേക്കാളും മുമ്പ് ഗോസ്റ്റ് ടൗൺ എന്താണെന്ന് ആദ്യം അറിയാത്തവർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു വലിയൊരു ടൗൺഷിപ്പ് പല പ്രതിസന്ധികളാൽ സോഷ്യലി ആവാം, ഇക്കണോമിക്കലി ആവാം, പല കാരണങ്ങളുണ്ട് ആ ഒരു ടൗൺഷിപ്പിൽ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾ അവിടെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാൻ നേരത്ത് പല ഭാഗത്തോട്ട് അവർ കുടിയേറിപ്പോവും. അവർ ജീവിച്ചു വന്ന ആ ഒരു ടൗൺഷിപ്പിൽ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും പല കെട്ടിടങ്ങളാണെങ്കിലും അവർ താമസിക്കാൻ ഉപയോഗിച്ച ക്വാർട്ടേഴ്സ് ആണെങ്കിലും ബാങ്ക്, സ്കൂൾ, കോളേജ്, അങ്ങനെ പല കമേർഷ്യൽ ബിൽഡിങ്സും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാണ് ഗോസ്റ്റ് ടൗൺ അഥവാ എംപ്റ്റി ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ബാക്കിലുള്ള മലയൊക്കെ കാണാം. നോക്കിയിട്ട് നമുക്ക് വഴിയുണ്ട്, പോകാൻ പറ്റുമോ? 1980 കാലഘട്ടത്തിൽ തന്നെ ഒരു മോഡേൺ ടൗൺഷിപ്പ് തന്നെയാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1976 ഇവിടെ ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും 1981 മൈനിങ് ഇവിടെ തുടങ്ങിയത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അതിമനോഹരമായ മലനിരകളുടെ മുകളിൽ ഇങ്ങനെ ഒരു ഐറൺ ഓറുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് 1913 കാലഘട്ടത്തിൽ മൈസൂരിലെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന പി സമ്പത്ത് അയ്യങ്കറാണ്. 1980 മുതൽ 2002 വരെ വലിയ രീതിയിലുള്ള മൈനിങ് തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടുണ്ടായിരുന്നത്. ടെൻഡറിൽ വരുന്ന ലേബേഴ്സ് ആണെങ്കിലും ഒഫീഷ്യലി വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്മാരാണെങ്കിലും എൻജിനീയേഴ്സ്, ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട് 10,000 കണക്കിന് ആൾക്കാർക്ക് ഇവിടെ ജോലി നൽകിക്കൊണ്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ടൗൺഷിപ്പ് അവിടെ വളർന്നു വന്നപ്പം വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിലും സ്കൂൾ, കോളേജ്, ബാങ്ക് ആയിട്ട് മികച്ച രീതിയിലുള്ള സർവീസ് ആയിരുന്നു ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ബാംഗ്ലൂരിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടൗൺഷിപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ടൗൺഷിപ്പാണ് ഇപ്പം മൊത്തം കാടൊക്കെ വളർന്ന് ഇങ്ങനെ വിജനമായി കിടക്കുന്നത്. 2002 തൊട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മൈനിങ്ങിന് ഉപയോഗിക്കുന്ന വേസ്റ്റ് വെള്ളം ഈ ഒരു നദിയിൽ ഒഴുക്കി കളയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പൊല്യൂഷൻ ആവുന്നുണ്ടെന്ന് ആരോപിച്ചിട്ട് ഒരുപാട് സമരം കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ അവിടെ നടന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ടൗൺഷിപ്പിനും ആ ഒരു മൈനിങ്ങിനും ആവശ്യമായിട്ടുള്ള വെള്ളവും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി തന്നെ ഭദ്ര നദിക്ക് കുറുകെ തന്നെ ഒരു വലിയൊരു ഡാം പണിതു. ആ ഒരു ഡാമിൻ്റെ പേരാണ് ലക്കിയ ഡാം എന്ന് പറയുന്നത്. ഏകദേശം 25 വർഷം മൈനിങ് ചെയ്തെടുത്ത ആ ഒരു ഐറൺ ഓർ 100% എക്സ്പോർട്ടായിരുന്നു ചെയ്തുകൊണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ന്യൂ മംഗളൂർ പോർട്ടിലോട്ട് ഏകദേശം 110 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അവർ ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു കുതിരമുക്ക റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ടാണ് മാംഗ്ലൂർ പോർട്ടിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. മൈനിങ് ചെയ്തെടുത്ത ആ ഒരു ഐറൺ ഓർ പൈപ്പ് ലൈൻ ത്രൂ താഴോട്ട് എത്തിക്കാൻ വേണ്ടി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലക്കിയ ഡാം പണിതിരിക്കുന്നത്. ഈ മൈനിങ് ചെയ്തെടുത്ത ഈ ഒരു ഐറൺ ഓർ ബൈ റോഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ബൾക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയ തിരഞ്ഞെടുത്തത്, അതായത് പൈപ്പ് ലൈൻ ത്രൂ താഴോട്ട് എത്തിക്കുക എന്നുള്ളത്, ഗ്രാവിറ്റി ഫ്ലോയിൽ വെള്ളം ഉപയോഗിച്ച് എത്തിച്ചു കൊണ്ടുണ്ടായിരുന്നത്. 2002 ഒരുപാട് പരിസരവാദികളൊക്കെ വലിയ വലിയ സമരങ്ങൾ ഉയർന്നു വന്നതുള്ളത് കൊണ്ട് തന്നെ പതിയെ മൈനിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പതിയെ സ്റ്റോപ്പായി തുടങ്ങി. 2006 ഒഫീഷ്യലി ജനുവരി 1 മൈനിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. യെസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുതിരമുക്കിലെ ഗോസ്റ്റ് ടൗണിലാണ്. ഇപ്പോൾ ക്രോസ് ആയി പോയത് കണ്ടില്ലേ? ഇത് പ്രേതം സംഭവങ്ങളൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരൻ പോയതാണ്. യെസ്, പറയൂ പ്രേതാത്മാവേ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുന്ന കാലം മുമ്പ് തന്നെ ഞാൻ വെരിഫൈ ചെയ്യാം. ഗോസ്റ്റ് ടൗൺ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം കാരണം ഒരു ടൗൺഷിപ്പ് പല പ്രശ്നങ്ങളാണ്. ആ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാവും. സോ ആ ഒരു ഭാഗത്തിനെയാണ് ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഭാഗത്ത് ആൾതാമസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ആംഗ്ല ഭാഷയിൽ ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ പ്രേതം ഉണ്ടെന്നൊന്നുമല്ല. അല്ലടാ പ്രേതാത്മാവേ? യെസ്, അപ്പോൾ ഈ ഒരു ഫ്രെയിം കണ്ടില്ല, ഇവിടെ വെച്ചാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒരു ബാക്കിലൊരു അനിമൽ ഓടിപ്പോയത്. എൻ്റെ ബാക്കിലൂടെ നമ്മുടെ ഓരോ ശബ്ദം കിട്ടും. അത് എന്ത് അനിമലാണെന്ന് എനിക്ക് പിടികിട്ടില്ല. സോ അങ്ങനെ ഞാൻ കുറച്ച് പേടിച്ചായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ടുള്ളത് കണ്ടിട്ടാണ് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിൽക്കത്തില്ല, എന്നിട്ട് വിമർശിക്കാൻ വരും. അത് തെറ്റാണ്. ഹലോ, നിൻ്റെ തല എന്തി? ആ തല കാണാനില്ല. ആരാ? അപ്പോൾ ഇങ്ങോട്ടുള്ള ഈ ബിൽഡിങ്സൊക്കെ നോക്കിക്കുന്നതിൻ്റെ ഓരോ ഫ്രെയിം എന്നാ സെറ്റപ്പാന്ന്. ആളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് വർഷങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ മുകളിലൊക്കെ പായലൊക്കെ പിടിച്ച് പുല്ലൊക്കെ കയറി കിടക്കുവാണ്. അങ്ങോട്ടൊക്കെ കാടാണ്, കണ്ടില്ലേ? എന്തൊക്കെയോ മരങ്ങളുണ്ട് ഇവിടെ, പേരൊക്കെ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ചാണകം ചവിട്ടിയല്ലേ? ഞാനും ചവിട്ടി.
കുതിരമുക്കം നാഷണൽ പാർക്ക് എന്നാണ്, പക്ഷേ വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുന്ന കൂട്ടുള്ള അനിമൽസ് ഇതുവരെ ഞാൻ കണ്ടില്ല. കാട്ടുപോത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുകൊണ്ടില്ല മൊത്തം വേരൊക്കെ കയറിയിട്ട് എങ്ങനെയായിന്ന്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് ഈ ഒരു കെട്ടിടത്തിൻ്റെ. വെള്ളമൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു മഴ ആയതുകൊണ്ട്. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഇങ്ങോട്ട് മൊത്തം കാട് കയറിയിരിക്കുക. ഇതിനുള്ളിൽ വല്ല അനിമൽസും കയറിയിരിക്കുന്നുണ്ടോ എന്ന സംശയം. മൊത്തം ചേറാട്ടോ, പശുക്കളൊക്കെ കയറി ചാണകത്തിൻ്റെ മണമൊക്കെയാണ് ഇവിടെ ഉള്ളത്. എടാ വാണ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. പാസ്പോർട്ട് സൈസുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. ചുമ്മാ പറഞ്ഞ അവിടെ തന്നെ നിന്നു. എടാ മഴ തൂളി തുടങ്ങിയല്ലേ, മഴ. എന്തായാലും ഈ സ്ഥലത്ത് അധികം നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത് കുതിരമുക്കം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, നമുക്കൊരു ടൈമിങ്സ് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ എക്സിറ്റ് ചെയ്ത് പോകണം. എടാ ഗോസ്റ്റേ വരൂ. നമ്മുടെ വണ്ടി അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. മൈനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് മലയാളികൾ ഈ ഒരു ഭാഗത്ത് ജോലി ചെയ്തുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടൗൺഷിപ്പ് വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് കോൺട്രാക്ട് ബേസിലൊക്കെ ഓരോ കെട്ടിടത്തിൻ്റെ പണികളൊക്കെ ഏറ്റെടുത്തത് അവരാണ്. ഒരുപാട് രാജ്യത്ത് നിന്ന് 10,000 ആൾക്കാരായിരുന്നു ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ ചാണകം ചവിട്ടി കുറേ നേരമായിട്ട് കഴുകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അത് കുഴപ്പമില്ലടാ, മലയാളികൾക്ക് ചാണകം എന്ന് പറയുന്നത് വികാരമാണ്. കയറി അധികം നിൽക്കണ്ട. നമുക്ക് ഇവിടെ പല സംഭവങ്ങളും ക്ലോസ്ഡ് ആണ്, എല്ലാം അടച്ചിട്ടേക്കുക, എൻട്രി ഇല്ല. ഏത് ചാണകം ചവിട്ടി? ഇതൊരു പ്രൊഫഷണൽ കൊറിയർ ഓഫീസാണ്. ഇവിടെ നിൽക്കാൻ നേരത്ത് ആ ഒരു മലനിരകൾ നമുക്ക് കാണാം, കുതിരമുക്കം റേഞ്ചിൻ്റെ. ഇവിടെ ഈ ഒരു ഗേറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്, മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഇതൊരു പെട്രോൾ പമ്പായിരുന്നുടോ. നീ ഇതുവരെ പേടിച്ചില്ലല്ലോ, ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തായാലും നീ പേടിക്കും. അതിനൊരു കാരണമുണ്ട്. ഇത് കൊടും വനത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം. വല്ല പ്രേതത്തിനല്ല, പ്രേതമില്ലല്ലോ. അതെ അവിടെ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അവിടെ ഒരു കെട്ടിടം കണ്ടില്ലേ. ഇവിടെയൊക്കെ പണ്ട് ആൾക്കാർ ഒരു പേടിയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ ഉള്ളിടത്ത് അനിമൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. മുകളിലൊക്കെ കെട്ടിടമാണ്, കാടിൻ്റെ ഉള്ളിലെല്ലാം മുങ്ങി കിടക്കുകയാണ്. ഇതുകൊണ്ടില്ല, ഇതിപ്പോൾ ഒരു ടാറിട്ട റോഡാണ്. ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ ഒരു ഭാഗം കാണാം. ഒരുപാട് മരങ്ങൾ റോട്ടിലോട്ട് വീണ് കിടക്കുന്നു, വലിയ വലിയ തൂക്കം കിടക്കുന്നു. അങ്ങോട്ട് കണ്ടില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ കെട്ടിടങ്ങൾ കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇവിടുന്ന് 2 വഴിയുണ്ട്, ഏത് വഴി പോകും? പിന്നീട് ആരുടെ ചെരുപ്പൊക്കെ കിടക്കുന്നു. ഇതുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ മുങ്ങി കിടക്കുമല്ലേ. ഇവിടെ മുമ്പോട്ടും വഴിയുണ്ട്, പക്ഷെ അത് എങ്ങോട്ട് പോകുന്ന വഴിയാണെന്നറിയില്ല. തൽക്കാലം നമുക്ക് ഈ വഴി ഇറക്കാം. ഈ വഴി നിനക്കറിയോ? നമ്മൾ താഴെ നിന്നില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിൽ വശമാണിത്. ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ബാക്കിലുള്ള മലയൊക്കെ കാണാം, നോക്കിക്കേ അല്ലേ. അപ്പം വഴിയുണ്ട്, പോകാൻ പറ്റുമോ നോക്കാം. അവിടെ മറ്റേ കല്ലൊക്കെ അവർ അടർത്തിയിട്ടിട്ടുണ്ട്. വഴിയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പേടിക്കേണ്ട, പക്ഷി അലക്കുന്ന ശബ്ദം. ഇങ്ങോട്ടേക്ക് അനിമൽസ് ഉണ്ടോ? വൈൽഡ് അനിമൽസേ, അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന അനിമൽസ് അല്ല. പെട്ടെന്ന് വരുമ്പോൾ പേടിക്കും. ഞാൻ ആദ്യം വന്നപ്പോൾ പേടിച്ചായിരുന്നു. പഴയ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടില്ലടാ. ഇതുണ്ടല്ലോ, ഇപ്പോഴും വർക്കിങ്ങിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗസ്റ്റ് ഹൗസ് ആട്ടോ, സഹ്യാദ്രി ഭുവ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഇത് മാത്രമാണ് കുറച്ച് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? എന്താ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ സങ്കടമാണ് തോന്നുന്നത്.
അല്ല 10-25 വർഷം ഇതിങ്ങനെ കടന്നല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ താമസം ഇല്ലാണ്ട് എന്തെങ്കിലും ആയിട്ട് മാറ്റാറുന്നല്ലോ. ഇതൊരു പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ആയിട്ട് മാറ്റിയേനെ. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസയല്ലേ. ഒരു സമരം നടന്നു, അത് ക്ലോസ് ചെയ്ത് പോയി, അതോടെ അവർ നിർത്തി. ഇപ്പം കണ്ടത് മെയിൻ റോഡിന് തൊട്ട് സൈഡുള്ള ഒരു ഭാഗം. അപ്പം ഉള്ളോട്ട് ഒരുപാടുണ്ട്, ഒരുപാട് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ റിസ്ട്രിക്റ്റഡ് ആണ് ഈ ഏരിയ. അതുകൊണ്ട് നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യസമയത്തിനുള്ളിൽ എക്സിറ്റ് ആവണം. അതുകൊണ്ട് ഈ ഒരു പൈപ്പില്ലേ, ഇതായിരുന്നു ഏകദേശം ആ ഒരു സമയത്ത് ഇവിടുന്ന് മൈനിങ് നടത്തിയിട്ട് അവർ അതിൻ്റെ എന്താ പറയുക ലിക്വിഡ് ഫോമിലായിരുന്നു മംഗലാപുരം ബന്ദറില്ലേ, പടമ്പൂർ, അങ്ങോട്ട് എത്തിച്ചുകൊണ്ടായിരുന്നത്. ഇവിടെ ഒരു ഡാമുണ്ട്. ഡാമിൽ അവർ വെള്ളത്തിന് നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. സോ വെള്ളം അവർ ഡാമിൽ അവിടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ മലയില്ല, അതൊക്കെ മൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന മലകളാണ് അങ്ങ് ദൂരെ കാണുന്നതൊക്കെ. സോ ലിക്വിഡ് ഫോമിലാണ് ഈ ഒരു പൈപ്പിലൂടെയാണ് ആ ഒരു അയർൻ ഓർ ബന്ദറിലോട്ട് ഗ്രാവിറ്റി ഫ്ലോയിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് ഹൈറ്റിലല്ലേ സ്ഥിതി ചെയ്യുന്നത്, ഗ്രാവിറ്റിയിൽ താഴോട്ട് എത്തിക്കും. നീ കണ്ടിട്ടുണ്ടോ അവിടെ കുതിരമുക്ക് മറ്റേ പണമ്പൂർ എത്തുന്നേക്കാളും മുമ്പ് അവിടെ ഉണ്ട്, റോഡ് സൈഡ് തന്നെ, മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെ ഉള്ളത്. ഇത് അങ്ങ് ദൂരെ കാണുന്ന മലയൊക്കെയാണ് മൈനിങ് ചെയ്തിട്ടുള്ള മലകൾ. അതിൻ്റെ ഉള്ളിലൊരു വീട് കാണാം പഴയത്. ഇങ്ങനെയുള്ള വീടുകളൊക്കെ ആ ഒരു സമയത്ത് എന്ന് പറയുന്ന നേരത്ത് ഈ കോൺട്രാക്ട് ബേസിൽ വന്നവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന വീടുകളാണ്. മറ്റേ വീടുകളെന്ന് പറയുന്നത് വലിയ വലിയ മൈൻ ഓഫീസേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് താമസിക്കാനുള്ളതാണ്. ഇങ്ങോട്ടൊക്കെ റോഡൊക്കെ കുറച്ച് മോശമാടാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഴികളാണ്. ഈ കാട്ടിൽ കാര്യമായിട്ടുള്ള അനിമൽസൊന്നും റോഡ് സൈഡിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി ഉള്ളിലോട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴല്ലേ നമ്മൾ കാട്ടുപോത്ത് കണ്ടത്. മൊബൈലെടുത്ത് റെക്കോർഡ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ സ്റ്റോറേജ് മൊത്തമായത്, ഫുള്ളായത്. അത് റെക്കോർഡായില്ല.